അമിത വേഗത്തിനും എയർഹോൺ ഉപയോഗത്തിനുമെതിരെ നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നൽകിയ നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കാറ്റിൽ പറത്തി. നിയമലംഘനം നടത്തിയ കോതമംഗലത്തെ ഒരു പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ ഇതുവരെയും നടപടിയൊന്നും എടുത്തിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് നടപടി വൈകുന്നത് എന്നാണ് വിശദീകരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഒക്ടോബർ 11 കോതമംഗലം KSRTC ടെർമിനൽ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം ആദ്യം നോക്കാം നമുക്ക്. വളരെ ഓവർ സ്പീഡിൽ സ്റ്റാൻഡിനകത്തേക്ക് വന്നു. അതേപോലെ ഫോൺ അടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് ഇറങ്ങി പിടിച്ചിരിക്കുക. നമുക്ക് നിയമപരമായി അത് വേണം. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഒരു ബസ് സ്റ്റാൻഡിനകത്ത് കൊടുക്കുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്ററിൽ താഴെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് 2 ആഴ്ച മുമ്പ് കെ വി ഗണേഷ് കുമാറിൻ്റെ കൺമുന്നിലാണ് ഒരു വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വളരെ വേഗത്തിൽ കയറി വന്നത്. ആ സമയത്ത് മന്ത്രി ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാൻ പറയുകയും ചെയ്തിരുന്നു. വണ്ടി ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു. പക്ഷേ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹോണിൻ്റെ ജാമാണ് പ്രധാന കാരണം എന്നുള്ളത് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് അപ്പോൾ സ്പീഡോ എന്ന കാര്യമാണ് ചോദിച്ചത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വാഹനം, ഇതേപോലെ തന്നെ ഒരു ബസ് അതിനേക്കാൾ വേഗത്തിലാണ് സ്റ്റാൻഡിൽ നിന്ന് കടന്നുപോയത്. ഈ 2 വാഹനങ്ങൾക്കുമെതിരെ നടപടി വേണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്കറിയാം, സാധാരണഗതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നിയമലംഘനപരമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി നടപടിക്ക് ശുപാർശ ചെയ്യുകയും അത് വേണമെന്ന് കർക്കശം പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ. ആ കെ ബി ഗണേഷ് കുമാർ തൻ്റെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരോട് തന്നെയാണ് കർശന നടപടി എന്ന നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, അതേ വേദിയിൽ തന്നെയാണ് ഹൈക്കോടതി നിരോധിച്ച എയർഹോൺ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വണ്ടിയുടെ പിന്നാലെ പോയി അടിച്ചതിന് എയർഹോണുകൾ പിടിക്കണമെന്നും അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നത് മാധ്യമങ്ങളിൽ കാണിക്കണമെന്നും പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൃത്യമായി ഈ നാട്ടിലുള്ള MVDകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് എയർഹോൺ പിടിച്ചു. അത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന വണ്ടികളുടെ പോലും എയർഹോൺ പിടിച്ച് നശിപ്പിക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി ആദ്യം പറഞ്ഞ കാര്യത്തിനോട് MVDയുടെ നിലപാട് വളരെ പരിങ്ങലിലാണ് എന്നുള്ളത് തന്നെയാണ്. ഹിയറിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തിയായെങ്കിലും സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞത്. അതായത് ഒരു വണ്ടിയുടെ പെർമിറ്റ് കട്ട് ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് RTOയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറും കളക്ടറും SP അടങ്ങുന്ന ഒരു സമിതി ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും അതിൽ ചർച്ച നടത്തുകയും ചെയ്തതിന് ശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത്. അതാണ് നിലവിൽ സാങ്കേതിക കാരണം എന്ന മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പക്ഷേ വണ്ടിയുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നതിന്, ഡ്രൈവർ ലൈസൻസ് കട്ട് ചെയ്യുന്നതിന്, അതും അമിത വേഗത്തിൽ പോകുന്നതിനുള്ള ലൈസൻസ് കട്ട് ചെയ്യുന്നതിന് ഇത്തരം സാങ്കേതികപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾറെഡി ഹിയറിംഗ് കഴിഞ്ഞ ഒരു സംഭവമാണ്. എന്നാൽ പോലും ജോയിന്റ് RTOയ്ക്ക് ചെയ്യാവുന്ന ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും സാങ്കേതികത്വം എന്ന നൂലാമാലയാണ് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ ഒരു ജെന്യുവിനിറ്റി ഉണ്ട് എന്ന കാര്യമെല്ലാം അവർ പറയുന്നുണ്ട്. ഓവർ സ്പീഡിന് എന്താണ് ജെന്യുവിനിറ്റി എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ദിവസം ഈ വാഹനം ഇപ്പോഴും നിരത്തിലുണ്ടോ, ഓടുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്തും അതേ വേഗത്തിൽ തന്നെ മറ്റു വാഹനങ്ങളെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. അപ്പം മന്ത്രിയുടെ വാക്കിന് എന്ത് വില എന്നൊരു ചോദ്യം കൂടി ഉദ്യോഗസ്ഥരോട് ചോദിക്കേണ്ടി വരികയാണ്. ലാൽകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.